Good afternoon, all of you. Uh, our previous class we discussed about the relationship between atmospheric pressure and altitude, then relationship between pressure and temperature. Okay, so we already studied that these are inversely related. The temperature and atmospheric pressure are inversely related, and also the altitude and atmospheric pressure are inversely related. Now, today we are moving on to the next part, that is humidity and atmospheric pressure. How the humidity and atmospheric pressure are related. Okay, here humidity refers to the quantity of water present in the atmosphere. So humidity എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ്, ജലകണികകളുടെ അളവിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. Then water vapor is lighter than air. So the weight of the water vapor or the weight of the humidity is less than that of the atmospheric pressure. So if the quantity of water vapor is more in a unit volume of air, then naturally the atmospheric pressure will be less. Humidity and atmospheric pressure are also inversely related. So if the quantity of water vapor is more in a unit volume of air, ഒരു യൂണിറ്റ് വോളിയം ഓഫ് എയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ള സ്ഥലത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അറ്റ്മോസ്ഫിയറിൽ എവിടെയാണോ വെള്ളത്തിൻ്റെ അളവ്, ഹ്യൂമിഡിറ്റീൻ്റെ അളവ് കുറവ്, അവിടെയായിരിക്കും പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ. കാരണം എന്താണ്? ദ വെയ്റ്റ് ഓഫ് ദി വാട്ടർ വേപ്പർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വെള്ളത്തിൻ്റെ ഈ വാട്ടർ വേപ്പറിൻ്റെ വെയ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും എന്താണ്? കുറവാണ്. അപ്പം അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഇത് രണ്ടും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആവുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് ഓഫ് ദ പോയിൻറ്റ് എ ആൻഡ് ബി. എവിടെയായിരിക്കും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എവിടെയായിരിക്കും കുറവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമുക്ക് ഈ ഒരു തിയറി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്, ഹിയർ ദി പോയിൻറ്റ് എ വിച്ച് ഈസ് ക്ലോസ് ടു ദി സീ ലെവൽ. റൈറ്റ്, ദി പോയിൻറ്റ് എ, ദാറ്റ് പ്ലേസ് വിച്ച് ഈസ് close to the sea level. But in case of B, it is which is far from the sea level. So at the point A, the humidity is higher in atmosphere. The rate of the or the volume of the humidity, that is much higher than that of the point B. So we can say that the atmospheric pressure is less in point A and high in point B. റൈറ്റ്, അപ്പോൾ എവിടെയായിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടെ കൂടുതൽ? പോയിൻറ്റ് ബിയിലായിരിക്കും. കാരണം പോയിൻറ്റ് എ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കടലിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ അവിടെ അന്തരീക്ഷത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായിരിക്കും? വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രഷർ കുറവായിരിക്കും. സോ ദ ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഓൾസോ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ക്ലിയർ, ഓൾ ഓഫ് യു? Then what do you mean by high pressure and what do you mean by low pressure? The definition of high pressure, that is, if the atmospheric pressure of an area is higher than that of the surrounding region, it can be designated as high pressure. So what do you mean by high pressure? ഒരു സ്ഥലത്ത് if the atmospheric pressure of an area is higher, ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു സ്ഥലത്ത് പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ എന്തെന്ന് പറയും? അല്ലെങ്കിൽ ആ ഒരു പ്രദേശം നമ്മൾ ഹൈ പ്രഷറാണെന്ന് പറയും. ഹൈ പ്രഷറിലുള്ള റീജിയൻ ആണെന്ന് പറയും. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലോ പ്രഷർ. ഇഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് ആൻ ഏരിയ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി സറൗണ്ടിങ് റീജിയൻ,
ഒരു പ്രദേശത്ത് ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ആ പ്രദേശത്ത് അന്തരീക്ഷത്തിൽ ലോ പ്രഷറാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ലോ പ്രഷർ. ഓക്കെ, സോ ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. ദെൻ നെക്സ്റ്റ് വൺ, ഐസോബാർ. ഐസോബാർ മീൻസ് സമമർദ്ദ രേഖകൾ. ഐസോബാർ മീൻസ് സമമർദ്ദ രേഖകൾ. ഓക്കെ, മലയാളം സമമർദ്ദ രേഖകൾ. Isobar are the imaginary line joining places having the same atmospheric pressure. So we can easily understand the distribution of the atmospheric pressure of any region by observing the isobar. So isobar is an imaginary line. That line connecting the regions or connecting the places having the same atmospheric pressure. അപ്പോൾ ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻസ്, ഇമാജിനറി ലൈൻസിനെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. യു ക്യാൻ സീ ദാറ്റ് 750 hectopascal, 740, next line 740 hectopascal, 730 hectopascal, 720 hectopascal ഐസോബാർസ് അല്ലേ, അവിടെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 750 hectopascal എന്ന് പറയുന്ന ഐസോബാർ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ അന്തരീക്ഷത്തിലെ പ്രഷർ എത്രയായിരിക്കും? ഏകദേശം 750 hectopascal ആയിരിക്കും. അതിൻ്റെ താഴെ 740. അപ്പോൾ 740 എന്ന് പറയുന്ന ആ രേഖ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഏകദേശം 740 hectopascal അന്തരീക്ഷ മർദ്ദം എന്ന്. അപ്പോൾ ഒരേ പ്രദേശങ്ങൾ, അതായത് പിന്നെ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിനെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. Okay, so isobar are the imaginary line which connect the region having the same atmospheric pressure. That is called as the isobar. All of you clear? Isobar. Next one, the important or the major, the important portion from this chapter, that is pressure belt. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖല. നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലെ എല്ലാ സ്ഥലത്തും അല്ലേ, അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല അനുഭവപ്പെടുന്നതെന്ന്, വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഹ്യൂമിഡിറ്റീനെ ബേസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഇതിനനുസരിച്ചിട്ടൊക്കെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഡിഫറൻസ് ഉള്ളത് കാരണം ഏകദേശം ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനുഭവപ്പെടുന്ന മേഖലകളെ പല സോണുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡീസ് ഹാവ് റിവീൽഡ് ദാറ്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മോർ ഓർ ലെസ് ദ സെയിം ബിറ്റ്വീൻ സെർട്ടൻ ലാറ്റിറ്റ്യൂഡ്സ്. ഇപ്പോൾ നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ചില ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിലൊക്കെ എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചില ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിൽ ഹൈ ആയിരിക്കാം, ഹൈ പ്രഷർ ആയിരിക്കാം, ചിലതിൻ്റെ ഇടയിൽ ലോ പ്രഷർ ആയിരിക്കാം. അത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സോ ബേസ്ഡ് ഓൺ ദിസ് the earth surface is divided into different pressure belt. Okay, so അപ്പോൾ ഈ ഒരു പിന്നെ ഹൈ പ്രഷർ, ലോ പ്രഷർ, ഈ ഒരു വ്യത്യാസങ്ങൾക്കനുസരിച്ച് മെയിനായിട്ടും ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് 7 ടൈപ്സ് ആണ്. പേരുകൾ 4 ഉള്ളെങ്കിലും അത് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും സദേൺ ഹെമിസ്ഫിയറിലേക്കും ഒരേപോലെ വരുന്നുണ്ട്. ലിസൺ. ഫസ്റ്റ് വൺ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ belt. That is the first one, equatorial low pressure belt. So here we experiencing low pressure. Then next one, subtropical high pressure belt. So here
experiencing 30 degree north and 30 degree south, experiencing low pressure. Then subpolar low pressure belt, 60 degree north and south, experiencing low pressure. Then last one, polar high pressure belt, 90 degree north and south, polar high pressure. So first one, equatorial low pressure belt, subtropical high pressure belt, subpolar low pressure belt, and last one, polar high pressure belt. ഓക്കെ, അപ്പോൾ ഈ 4 പേര്, പക്ഷേ 2 സൈഡിലേക്കും വരുന്നത് കൊണ്ട് ടോട്ടൽ 7 ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ് ഉള്ളത്. ഓക്കെ, ദെൻ ദി ഫസ്റ്റ് വൺ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് ആ പിക്ചറിൽ കണ്ടു, സെൻറ്ററിൽ ഇതവിടെ കാണാൻ പറ്റുന്നുണ്ട്, സെൻറ്ററിൽ വരുന്നതാണ്. ഇക്വറ്റോറിയൽ റീജിയൻസിനെ ചുറ്റിപ്പറ്റിയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആണ് ഈ ഒരു ഏരിയ വരുന്നത്, ലോ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം എന്താണ് ഇക്വറ്റോറിയൽ റീജിയൻസിൻ്റെ പ്രത്യേകത എന്ന്. നമുക്കറിയാം അവിടെ എന്ത് കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. കാരണം സൺലൈറ്റ് ഡയറക്റ്റായിട്ട് വരുന്നൊരു ഏരിയ ആണിത്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രഷറിന്, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രഷറിന് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ആ ഒരു തിയറി തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. റൈറ്റ്, ദിസ് ഈസ് ദ സോൺ വേർ ദി സൺ റേ ഫാൾ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദി ഇയർ. റൈറ്റ്, ദെൻ ഹെൻസ് ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് സോൺ ഓൾ ത്രൂ ദി ഇയർ. അല്ലേ, അപ്പോൾ വർഷം മുഴുവനും ഇവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. So the air expand due to sun heat and rise up on a massive scale. അപ്പോൾ അവിടുത്തെ വായു എന്ത് സംഭവിക്കും, ഈ ചൂട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ദിസ് ഈസ് ദ റീസൺ ഫോർ ദി ലോ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ത്രൂ ഔട്ട് ദിസ് സോൺ. അപ്പോൾ ഈ സോണിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മെയിൻ റീസൺ, അതിലെ മെയിൻ ഫാക്ടർ എന്താണ്, ദാറ്റ് ഈസ് ദി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഓക്കെ, സോ ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 degree north and south latitude. So it is situated between 5 degree north and south latitudes. Okay, so the air in this zone ascend on a large scale. Winds are very feeble here. അപ്പോൾ ഇവിടെയുള്ള ഇവിടെയുള്ള എയർ എന്ത് ചെയ്യാണ്, മസീവ് സ്കെയിലിൽ ചൂട് പിടിച്ച് ഉയർന്നു പോവുകയാണ്. ദാറ്റ്സ് വൈ വിൻഡ്സ് ആർ വെരി ഫിയബിൾ ഹിയർ. വളരെ കാറ്റുകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ കാറ്റില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോൾഡ്രം. അതുകൊണ്ട് ഈ ഒരു പ്രഷർ ബെൽറ്റിനെ ഏത് പേരിലും കൂടിയും വിളിക്കുന്നുണ്ട്, ഡോൾഡ്രം എന്നുള്ള പേരിൽ കൂടി വിളിക്കുന്നുണ്ട്. ഡോൾഡ്രം മീൻസ് ദി സോൺ വിത്ത് നോ വിൻസ്, കാറ്റില്ലാത്ത മേഖല, നിർവാത മേഖല എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, so equatorial low pressure belt. Equatorial low pressure, what is the peculiarity of this pressure belt? Here the sun rays fall directly throughout the year, so that's why the atmospheric temperature may be high throughout the year. So we already studied that due to the high atmospheric temperature, the air which ascend on massive scale. ഓക്കെ, അത് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, വലിയ തോതിൽ തന്നെ ചൂട് പിടിച്ചിട്ട് ഉയർന്നു പോകുന്നു. ദാറ്റ്സ് വൈ ദിസ് സോൺ എക്സ്പീരിയൻസിങ് ലോ പ്രഷർ ആൻഡ് ദിസ് സോൺ ഈസ് ഓൾസോ നോൺ ആസ് ഡോൾഡ്രം. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ദിസ് സോൺ വിത്ത്
നോ വിൻസ്. ഇവിടെ കാറ്റില്ല, കാരണം അവിടുത്തെ വായുവൊക്കെ എന്ത് ചെയ്യാണ്, ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോയാൽ പിന്നെ അവിടെ കാറ്റുണ്ടാവുമോ? എയർ ഉണ്ടെങ്കിലേ അവിടെ എന്തുണ്ടാവുള്ളൂ, വിൻഡ് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ. So today we discussed about the relationship between atmospheric pressure and humidity. Then also discussed about what do you mean by high pressure and low pressure. Then isobar. Then the main topic, that is the global pressure belt. There are 7 global pressure belt, each experiencing high pressure and low pressure. So the first one, that is equatorial low pressure belt. Okay, so all of you read your textbook very clearly, and then if you have any doubts, please contact me. Okay, thank you.